ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ ഇറക്കിക്കൊണ്ട് മോദി കളിച്ച കളിക്ക് RSSും BJPയും 100-ൽ 100 മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ആർട്ടിക്കിൾ 142 പ്രകാരം സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരമുണ്ട്. അതിനിട്ടാണ് കഴിഞ്ഞ ദിവസം ആദ്യ കൊട്ട് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി തന്നെ കൊടുക്കുന്നത്. ഈ അധികാരം ജനാധിപത്യത്തിനെതിരെയുള്ള ആണവ മിസൈലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നാലെ നിഷികാന്ത് ദുബെ എന്ന BJP നേതാവും MPയും അത് ഏറ്റുപിടിച്ചു. എന്നാൽ പിന്നെ എല്ലാ കാര്യവും സുപ്രീം കോടതി തീരുമാനിക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാം എന്ന വിവാദത്തിനാണ് അദ്ദേഹം തിരികൊളുത്തിയത്. എന്നാൽ ഇങ്ങനെ ഉയർത്തിയ വിവാദം ആദ്യ മണിക്കൂറിൽ എതിർക്കുകയോ അനുകൂലിക്കുകയോ ഒന്നും ചെയ്തില്ല BJP. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മാത്രം നോക്കി നിന്നു. പിന്നീട് അത്ര ഉച്ചത്തിലല്ലാത്ത തരത്തിലുള്ള ഒരു തള്ളിപ്പറയൽ മാത്രം. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 142 എടുത്തു കളയണം. അതിനായിട്ടുള്ള കെട്ടിപ്പുറപ്പാടിന്റെ ടെസ്റ്റ് ഡോസ് ആണ് നമ്മൾ ഉപരാഷ്ട്രപതിയിലൂടെയും നിഷികാന്ത് ദുബെയിലൂടെയും കണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും EDയും ഒക്കെ BJPയുടെ കൈക്കുമ്പിളിലാണ്. അതുകൊണ്ട് തന്നെ തോന്നിയ രീതിയിൽ അവർ ഭരണവും നിർവഹിച്ചു പോരുന്നതിനിടയിലാണ് സുപ്രീം കോടതി കേന്ദ്രത്തിന് കുത്തിനു പിടിച്ചത്. ഒരിക്കലും ഇത് നടപ്പാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച ബില്ലിനെ പോലും സുപ്രീം കോടതി കീറി എറിയുന്ന തരത്തിലുള്ള പ്രകടനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിയിൽ നിന്നും കാണാനായത്. എന്നാൽ ഇവിടെ ഉപരാഷ്ട്രപതിയെ ഇറക്കിക്കൊണ്ട് BJP കളിച്ച കളിയാണ് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കാരണം രാജ്യം തോന്നിയതുപോലെ ഭരിച്ചു മുടിക്കുമ്പോൾ പ്രതിപക്ഷത്തെ അല്പമെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയാണ്. ഒരു വേള വഖഫിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ ശബ്ദമായി പോലും സുപ്രീം കോടതി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അതിനൊക്കെ ഇട്ടുകൊണ്ടുള്ള കൊട്ടാണിപ്പോൾ നമ്മൾ ഈ കാണുന്നതും. ജമ്മു കാശ്മീർ, ലക്ഷദ്വീപ്, അങ്ങനെ എത്ര ഇടങ്ങളിൽ അവിടെയൊക്കെയുള്ള പ്രത്യേകമായ അവകാശത്തെയും അധികാരത്തെയും ഈ BJP എങ്ങനെ ഇല്ലാതാക്കിയോ അത് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം.